ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഡേ മൈ ലൈഫ് ഒന്നല്ല, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഞണ്ട് റോസ്റ്റ് ചെയ്യണത് ഞാൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അല്ലേ ഞാൻ അപ്പം അതെ ഞണ്ട് ഇതില് നമുക്ക് നല്ല റോസ്റ്റ് ഉണ്ടാക്കാം. ഞണ്ടൊക്കെ എന്ത് ടേസ്റ്റാണ് അപ്പം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ്. വാവച്ചിക്ക് ഞണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞണ്ട് ചെമ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തറവാട്ടിൽ നിന്ന് അച്ഛൻ കൊടുത്തയച്ചതാണ് ഞണ്ട്. വാവച്ചിക്ക് ഞണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ മേടിച്ച് കൊടുത്തയച്ചതാണ്. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം എനിക്ക് ഞണ്ടും ചെമ്മീനൊക്കെ നല്ല ഇഷ്ടമാണ് ഗൈസ്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പം ഞണ്ടൊക്കെ നമുക്ക് റോസ്റ്റ് ആക്കാം ഗൈസ്. കണ്ടോളൂ. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗൈസ്. അപ്പം നിങ്ങൾ ഈ ഞണ്ട് കഴിച്ചിട്ടുണ്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കറി ഉണ്ടാക്കാം. വാ ഉണ്ടാക്കിക്കോളാം. അപ്പം ഇത് ഞണ്ടാണ് ഗൈസ്. ഞണ്ട് കഴിച്ചിട്ടില്ല. ഞാനത് ഒരു കുറേ നാളായിട്ട് ഞണ്ട് കഴിച്ചിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ നമ്മൾ പെടക്കണ്ട ഞണ്ടാണ് ഗായ്സ്. നമുക്ക് എന്ത് വേണം? ചെറുതായിട്ട് ജീവനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ ക്ലീനാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കാലൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റാം കേട്ടോ. ആദ്യത്തെ 2 കാല് മാത്രമാണ് ഞാൻ എടുക്കാറ്. ബാക്കിയുള്ള കാലുകളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം വേറെ ഒന്നല്ല, അധികം കഴമ്പൊന്നും ഉണ്ടാവില്ല അതിൽ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനത്തെ കാലൊക്കെ എടുത്ത് ഒടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കത്തി ഉപയോഗിച്ച് അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് 2ആയിട്ട് ഇങ്ങനെ പിളർത്തിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും വേഗം അതിങ്ങനെ അടന്നു പോന്നോളും. പിന്നെ അതിനുള്ളിലത്തെ ആ മഞ്ഞ കളറിലുള്ള സംഭവങ്ങളൊന്നും വേണ്ട. അതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കി പറിച്ചൊക്കെ എടുത്തോളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ അഴുക്കുണ്ടാവും. പഴയ ബ്രഷ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. ഞണ്ട് ക്ലീനാക്കാൻ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം നടുഭാഗം മുറിച്ചങ്ങോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ 2 കഷ്ണമായിക്കോളും. എന്നാലും അഴുക്കുണ്ടാവും. അതും എന്താ പറയുക, അതിന് ശേഷവും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കണം. ചിലയിടത്തൊക്കെ മണ്ണൊക്കെ ഇടയിൽ കയറി ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ മണ്ണൊക്കെ കടിക്കും. അതുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ ഞണ്ട് ക്ലീൻ ആക്കണം എന്ന് പറയണത്. അപ്പം ഞാനാണെങ്കിൽ ക്ലീൻ ആക്കണതിൻ്റെ ഇടയിൽ വാവാച്ചി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് സ്ലാബുമ്മൽ. ആൾക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരേ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ബോറടി മാറുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ഞണ്ട് ക്ലീൻ ആക്കാണ്. അങ്ങനെ ഗൈസ് ഞണ്ട് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പണിയാണ്, തിന്നാനും പണിയാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഞണ്ട് കറി. അപ്പോൾ ഒരു വിധത്തിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ വാവാച്ചാണെങ്കിൽ അവിടെ നിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഞണ്ട് കറി ആയോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. പെട്ടെന്നൊന്നും ഈ സംഭവം ആവില്ലല്ലോ, നല്ലോണം ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ അതേ ക്ലീനൊക്കെ ചെയ്ത് നല്ല പൂ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി വേഗം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഞണ്ട് ക്ലീനാക്കിയൊക്കെ വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേഗം പരിപാടിയിലേക്ക് കിടക്കാം. വാവച്ചമോളത്തെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലോ ഞാൻ എന്തെടുക്കാണ് അപ്പോൾ ആൾ ടി വി ഒക്കെ കണ്ട് കഞ്ഞി കുടിക്കുകയാണ്. അവൾ കുടിക്കട്ടെ. കുറേ നേരമായി വയസ്സ് നിൽക്കുന്നത്. അപ്പം ഇരുന്നിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ നേരം നിൽക്കുമ്പോൾ എന്തോ ഭയങ്കര അസ്വസ്ഥത തലൊക്കെ പോലെ തോന്നുന്നു. അപ്പോൾ നമ്മളതിൽ കുറച്ച് ഞണ്ടല്ലേ ഉള്ളൂ. അപ്പം ചെറിയൊരു ഗ്രേവി മതി. 2 സവാള ഇത് ചിലപ്പോൾ മതിയാവുമായിരിക്കും. ഇതിനെക്കാട്ടി ചെറിയ സവാള മതിയാവും.
നമുക്ക് നോക്കാം. ഇത് മതിയാവായിരിക്കും. അധികം ഗ്രേവി ആയാലും പാടില്ല. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ ആവശ്യത്തിന് ഉള്ളി, ഇഞ്ചി ഇതൊക്കെ വേണം. അപ്പോൾ വേഗം തന്നെ നന്നാക്കലിക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും മടിയുള്ള കാര്യമുണ്ട് വെളുത്തുള്ളി നന്നാക്കൽ. അപ്പോൾ എൻ്റെ കെട്ടിയോൻ എനിക്ക് പറഞ്ഞത് ടിപ്സാണ്. ഇങ്ങനെ രണ്ടായിട്ട് പൊളിച്ചിട്ട് തൂക്കളയും. അതായത് ഈ ഒരു അല്ലിന നടുവേ വെച്ചിങ്ങനെ മുറിക്കുക. എല്ലാവരും അറിയായിരിക്കും, എനിക്കിപ്പോൾ കിട്ടിയൊരു അറിവാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ഒരെണ്ണത്തിന് ഇങ്ങനെ എടുത്ത് ഈ ഒരു അല്ലിന ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഇന്ന് കളയും. അപ്പോൾ കുറേ സമയമൊക്കെ പോകും. പിന്നെ ഭ്രാന്ത് വരെയും. അപ്പോഴും പറഞ്ഞത് ഞാൻ നടുവേ പൊളിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. എനിക്കിപ്പോൾ കിട്ടിയതാണ് കേസ്. പിന്നെ പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് ചിരിച്ചിട്ടാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി മാത്രം. അറിയുന്നവരിപ്പം ചേർക്കലേക്ക് ഇതൊക്കെ ആർക്കാണ് അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചിട്ട് എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല. അപ്പം എന്നെ പോലത്തെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ അരിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1.5 സവാള എടുത്തോളൂ കേട്ടോ. കുറച്ച് ഗ്രേവി കൂടുന്നൊരു സംശയം. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും അതും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. എൻ്റെ കയ്യിൽ വലിയ ജാറാണ് കേട്ടുള്ളത്. ചെറിയ ജാറിന് എന്തോ ഒരു മിസ്റ്റേക്ക്, അതിൻ്റെ ഇതെന്തോ സ്ക്രൂ അങ്ങാണ്ട് പോയിട്ട് അതിനോട് വലിയ പാടാണ് ഗൈസ്. അപ്പോൾ ചട്ടിയിൽ നമ്മുടെ ഞണ്ടിരിക്കുന്നുണ്ട്. അതിന് വേറേക്ക് പകർത്തി വയ്ക്കണം. ചട്ടിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പാചകം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീഡിയോ ഓഫായി. ഞാൻ വിചാരിച്ച് വീഡിയോ വർക്കിംഗ് ആണെന്ന്. വേറെ ഒന്നല്ല, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകമൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാദ്യം വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ പറയാത്തൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നമ്മുടെ ചെറുള്ളി അതരിഞ്ഞൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ബാബച്ചനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ മസാല ഇട്ടത് അമ്മ? മുളക്, ടൊമാറ്റോ, പിന്നെ ഉള്ളി, പിന്നെ ഒനിയൻ, പിന്നെ ഇഞ്ചി, പിന്നെ ഞണ്ട്. അവളിതിൽ ഇതൊക്കെയാണ് പറയുക ഇൻഗ്രീഡിയൻസ്. മസാലപ്പൊടികൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്രയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറണം വരെ, ആ മണം മാറണ വരെ നമ്മിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി തക്കാളി ഉണ്ട്. ഇത് ഞാൻ ഷോർട്ട്സ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ, അതുകൊണ്ടാണ് ഗൈസ് പെട്ടെന്ന് ഇതൊന്നും ആവാത്തത്. അപ്പോൾ ഈ തക്കാളി നല്ലോണം അങ്ങോട്ട് മസാലയ്ക്കൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക വെന്ത് അരിഞ്ഞങ്ങോട്ട് ചേരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം, മൂടി വെച്ച് വേവിക്കാം. പിന്നെ അധികം വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ഞണ്ടിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവില്ല, പോരാത്തന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പാവാച്ചെടുക്കണം, ബഹളം വയ്ക്കണം ഗൈസ്. സ്കൂളില്ലാത്തപ്പോൾ വീഡിയോ എടുക്കണേന് ഏറ്റവും നല്ല കാര്യം. അയ്യോ, ചൂട് കാരണം വെട്ടി വേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സൊക്കെ ഞാൻ ഇന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് വെന്ത്
സെറ്റ് ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാമേ. നമുക്ക് ഞണ്ട് ഇടാട്ടാ. അതിന്റെ ഇടയിൽ കൂടെ വന്ന് ഒപ്പിക്കണം എനിക്കാണത്. നമുക്ക് അമ്മ വാട്ടാൻ പോലെ എല്ലാവരും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ ഞണ്ടിക്ക് അങ്ങനെ പിടിക്കണം അല്ല വേണ. വെള്ളം ചേർക്കണം. നമുക്ക് ഞണ്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ വെള്ളം ഒഴിച്ച് കൊടുക്കൂല. നന്നായിട്ട് ഇതങ്ങട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ഗ്രേവി വേണ്ട. കാരണം വേറൊന്നല്ല, റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ അപ്പോൾ ഇതൊന്ന് വെന്ത് സെറ്റ് ആവട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേണ്ട 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 വേണ്ടാന്ന്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് നോക്കിക്കോ കേട്ടോ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ പറഞ്ഞോണ്ട് കേട്ടോ. അപ്പം അടിക്കട്ടെ. വെളുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ 1000 കേസ്. അപ്പം ഇത് മസാല ഒക്കെ പിടിച്ച് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. കുറേ നേരം നൂഡിൽസ് വേണം വെച്ചെടുക്കുന്നത്. അപ്പോൾ അവൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കൈ വെള്ളം ഇങ്ങോട്ട് നീങ്ങിരിക്കി. നല്ല മണം വരുന്നുണ്ട് അല്ലേ? ഇപ്പഴത്തെ നൂഡിൽസ് വെച്ചിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അവിടെ ഇരിക്കല്ലേ മൂട്ടിയൊക്കെ കത്തും. സൂപ്പറാണോ? അടിപൊളി അടിപൊളി പോലെ. അപ്പൊ ഇതിലിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട കുഞ്ഞ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഗരം മസാല കുറച്ച് ഒരു 2 കറിവേപ്പിലയും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. കഴിയൊക്കെ വെച്ചേക്കണം. അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം വന്ന് അടച്ച്. മതി മതി മതി. മമ്മി എൻ്റെ കറി കൊള്ളാക്കാൻ വേണ്ടി വന്നേക്കണേ. അപ്പൊ ഗൈസ്, നമ്മുടെ ഞണ്ട് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഇത്ര ഉള്ളു നമ്മളെ വീഡിയോ. ഇനി ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് തിന്നാൻ പോകുന്നു അല്ലേ? അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.